കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് ഒരുക്കിയ പ്രോഗ്രാമിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഇന്ന് മതേതര കൂട്ടായ്മ നഷ്ടപ്പെട്ടിരിക്കുക, ശാസ്ത്ര സാങ്കേതിക പുരോഗതി വൻ കുതിച്ചുചാട്ടം നടത്തുന്നുണ്ടെങ്കിലും മനുഷ്യ സാഹോദര്യം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രാതിനിധ്യം കൊടുത്ത് സാദിഖലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. CCKയുടെ സംസ്ഥാന ചെയർമാൻ നമ്മുടെ ഈ കൂടിച്ചേരലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിൻ്റെ മതേതര പൈതൃകത്തിന് ഇന്നും തൻ്റേതായ പ്രത്യേക ശൈലിയിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നേതൃത്വം തൊണ്ണൂറുമായ കർദിനാൾ ബസേലിയസ് ക്ലീമീസ് മെത്രാപ്പോലീത്ത തിരുമേനിയോട് ബ്രഹ്മശ്രീ സത്യാനന്ദ സ്വാമികളോട് സ്വാമി ഗുരുനന്ദൻ ജ്ഞാനതപസ്വി ഇമാമോട് സുരേഷ് ഡോക്ടർ വിജയൻ പെരേര സ്വാമി ശ്രീ ഡോക്ടർ ശ്രീ മറു ഏറെ സന്തോഷത്തോടും ചൈതന്യത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും കൂടെ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ ഏതാണ്ട് 2 വർഷക്കാലമായി കൊച്ചി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന വിവിധ സമുദായങ്ങളുടെ ഒരു കൂട്ടായ്മ. കേരളം നിന്നും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. കേരളത്തിൻ്റെ സമാധാനം, ശാന്തിയും സൗഹാർദ്ദവും ഇവയെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ചുമതലയാണ് മഹാനായ കമ്മ്യൂണിസ്റ്റ് ഓർമ്മിപ്പിക്കേണ്ടത്. ഇവിടെ രാജ്യത്തിൻ്റെ ഭരണഘടന എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നത്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹം, അത് ആ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നമ്മൾ വേറെ സംസ്ഥാനത്ത് പോയാലും കേരളീയരാണ് എന്ന് അറിയുമ്പോൾ അവിടുത്തെ ആളുകൾ, സുഹൃത്തുക്കൾ കേരളത്തിൻ്റെ ഈ സാമുദായിക സൗഹാർദ്ദത്തെ, കമ്മ്യൂണൽ ഹാർമണിയെ കുറിച്ചൊക്കെ വളരെയേറെ താല്പര്യത്തോടെ അന്വേഷിക്കാം. തിരുവനന്തപുരം ചോദിച്ചതുപോലെ ഗാർഡിയൻസിൻ്റെ പ്രശ്നങ്ങൾ ഉടലെടുത്ത ആ കാലത്ത് അന്നും കേരളം കാത്തുസൂക്ഷിച്ച സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ക്ഷമയുടെയും സംയമനത്തിൻ്റെയും നല്ല ഉദാഹരണം. അത് കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്ന ആർക്കും തന്നെ അത് വിസ്മരിക്കുവാൻ സാധ്യതയില്ല. ആ ചരിത്രം തന്നെയാണ് കേരളത്തിൻ്റെ ചരിത്രം. ഇവിടെ നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന നമ്മുടെ രാജ്യവും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. രാഷ്ട്രഭാരത സംസ്കാരത്തിൻ്റെ പൈതൃകം അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്നത്. ഇന്ത്യ മതങ്ങളെ സ്വീകരിച്ചിട്ടുള്ള, മതങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ള, അതുപോലെ മതങ്ങളെ പ്രസവിച്ചിട്ടുമുള്ള രാജ്യമാണ്. ഇവിടുത്തെ വിപുലമായിട്ടുള്ള മതങ്ങളുണ്ട്. അതോടൊപ്പം പുറം രാജ്യങ്ങളിൽ മുന്നോട്ടേക്ക് കടന്നു വന്നിട്ടുള്ള മതങ്ങളുണ്ട്. അവയൊന്നും വെറുതെ കൂടാതെ സ്വീകരിച്ചിട്ടുള്ള പാരമ്പര്യമാണ് ഇന്ത്യക്ക്. കേരളത്തിന് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കേരളത്തിലെ മഹാരാജ് സെൻറ്റ് തോമസ് അഴീക്കോടിലൂടെ കടന്നു കൊടുങ്ങല്ലൂർ. തൊട്ടടുത്ത് തന്നെയാണ് അവിടെ മാണിക്കും ദീനാറിന് കപ്പിലിറങ്ങി കടന്നു. രണ്ടുപേരും കടന്നു വന്നപ്പോഴൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയ സമൂഹം
ഈ കടന്നു വന്ന രണ്ടുപേരുടെയും മതപരമായി ഒരു ബന്ധവുമില്ലാത്തവരായിരുന്നു. പെരുമാൾ രാജാക്കന്മാരുടെ കുടുംബക്കാർ, അതായത് ഉണ്ടായി. സെന്റ് തോമസ് കടന്നു വന്നപ്പോഴും മാലിന്യ കടന്നു വന്നപ്പോഴും ആ സമൂഹം, തദ്ദേശീയ സമൂഹം ഒരിക്കലും അവരെ ഗോവയ്ക്ക് വിളിച്ച് അല്ല സ്വീകരിച്ചത്. അവരുടെ പ്രതികരിച്ചത് അങ്ങനെയല്ല, മറിച്ച് രണ്ട് കൈയും നീട്ടി അവർ സ്വീകരിക്കുകയാണ് ചെയ്തത്. ആലിംഗന ബദ്ധരായിട്ടാണ് അവർ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു. സെന്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ നിന്നുകൊണ്ട് തെക്കോട്ടേക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള യാത്ര. മാലിന്യ കൊടുങ്ങല്ലൂരിൽ നിന്ന് വടക്കോട്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അവിടങ്ങളിലൊക്കെയുള്ള സമൂഹത്തെ അവരുടെ സംസ്കാരത്തിലേക്ക് ക്ഷണിക്കുകയും ആ സംസ്കാരത്തിലേക്ക് അവർ പ്രചരിപ്പിക്കുകയും ചെയ്യും. ഒരിക്കലും അന്നത്തെ കേരളത്തിലെ തദ്ദേശീയ സമൂഹം, കേരളത്തിലെ ഹൈന്ദവ സമൂഹം അതിനെ എതിർക്കുകയുണ്ടായി. മാലിന്യ സ്ഥാപിച്ച പള്ളി, കൊടുങ്ങല്ലൂരിലെ പള്ളി, ഇന്ത്യയിലെ ഫസ്റ്റ് മോസ്റ്റ് ഇൻ ഇന്ത്യ എന്നെപ്പോഴും പറഞ്ഞു. പെരുമാറാജന്മാരാണ് എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും അവിടെ ഒരുക്കിക്കൊടുത്തു. അവർ ഞങ്ങൾക്കൊരു പള്ളി വേണമെന്ന് ആഗ്രഹം പ്രകടിച്ചപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വെളിപ്പാട് അകലെ തന്നെയാണ്. അവിടെ നിലവിലുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ വെളിപ്പാട് അകലെ തന്നെയാണ് പള്ളിക്കുള്ള സ്ഥലവും മറ്റ് സൗകര്യങ്ങളുമൊക്കെ തന്നെ പെരുമാറാജന്മാരുടെ പിന്തുണ അവർക്ക് നൽകി. ഇന്ത്യയിൽ ക്രിസ്ത്യാനിസവും ഇസ്ലാമിസവും എതിർപ്പോടെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. പരസ്പര സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ആചാര മര്യാദകളുടെ ഉപചാരങ്ങളോടെയുമാണ്, ആതിഥ്യ മര്യാദകളോടെയാണ് അവർ കേരളത്തിൻ്റെ പിന്നീട് അത് ഇന്ത്യയിലെ മറ്റൊരു ഭാഗങ്ങളിലേക്ക് ആ സന്ദേശം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. മുസ്ലിങ്ങൾ മുമ്പ് ഇന്ത്യയിലായിട്ടും വടക്കേ ഇന്ത്യയിൽ അത് മുഹമ്മദ് നസീമാരും കാസിമാരും അവരൊക്കെ കടന്നു. പക്ഷേ ഇസ്ലാം പ്രചരിപ്പിക്കാനില്ല, ഇസ്ലാമിൻ്റെ പേരിലുമല്ല പറയുന്നത്. അവർ വന്നത് അവരുടെ സാമ്രാജ്യത്വ കാര്യങ്ങൾക്കാണ്, രാജ്യങ്ങളെ രാജ്യം രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അത് കടന്നത്. അതല്ലാതെ മതത്തിൻ്റെ പേരിലല്ല, മതത്തെ പ്രചരിപ്പിക്കാനല്ല. മുഗൾ സംസ്കാരം അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഇസ്ലാമിൻ്റെ നാമധേയം അവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിൻ്റെ പ്രാതിനിധ്യം അവരെ സംബന്ധിച്ചിടത്തോളം, പക്ഷേ ഒരിക്കലും അവർ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനോ ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കാനോ ഒന്നും തന്നെയല്ല അവരുടെ ഭരണകാലത്ത് എടുക്കുകയാണ്. ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്, ഇസ്ലാം ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് കേരളത്തിലൂടെയാണ്. അതിനുമുമ്പ് കേരളത്തിൽ അറബികളൊക്കെ വന്നിട്ടുണ്ട്. അറബിയുടെ ഏറ്റവും വിപണന കേരളമായിരുന്നു. ഏറ്റവും കേരളം ഇന്ത്യ നല്ല വിപണിയാണ് അത് സംബന്ധിച്ചത്. ഇന്ത്യയിലേക്ക് അവർ സാധനങ്ങൾ കൊണ്ടുവന്നു. ഇവിടെ നിന്ന് കുരുമുളക് മറ്റു സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ബ്ലാക്ക് ഗോൾഡ് എന്ന കുരുമുളക്, അതുപോലെയുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഇരുന്ന് അത് വിപണനത്തിൽ പരസ്പരം കച്ചവടങ്ങളിലൂടെ തന്നെ കൈമാറി കച്ചവടപരമായിട്ട് ബന്ധമാണ്. അങ്ങനെ പല സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങളുടെ പരസ്പരം മനസ്സിലാക്കുകയും ആ സംസ്കാരങ്ങളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അതൊക്കെ തന്നെ അന്നൊക്കെ തന്നെ പുലർത്തിയ ആ സൗഹാർദ്ദം അത് കോട്ടം തട്ടാതെ ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം എന്നുള്ളത്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ഒരുപക്ഷേ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേര് കൊടുത്തതുകൊണ്ടായിരുന്നു. ഈ സൗഹൃദം കാലങ്ങൾക്ക് മുമ്പേയുള്ള സൗഹൃദം ഇപ്പോഴും നമുക്ക് കാണിച്ചു കഴിയുന്നു എന്നുള്ളത്. സംഭവപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തിലൂടെ കടന്നുപോയപ്പോഴും കേരളത്തിലെ സൗഹൃദത്തിന് കോട്ടം തട്ടിക്കാൻ
കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ്. ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനിയെല്ലാം സൗഹാർദ്ദത്തോടെ തന്നെ ജീവിക്കുവാനാണ് തയ്യാറാണ്. പ്രലോഭനങ്ങൾക്ക് പലപ്പോഴായിട്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടക്കുമ്പോഴും അതിൻ്റെ അനുകരണങ്ങൾ കേരളത്തിലേക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലേക്ക് അത് പലർക്കും എടുക്കാറില്ല. അത് പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നു. ഇപ്പോൾ ആണെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളുടെ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നു, കാണും. അല്ലാതെ ഒന്നും അത് നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല, നമ്മൾ ശ്രമിച്ചിട്ടില്ല. മനസ്സിന്റെ ഉള്ളിലുള്ള സൗഹൃദത്തെ നമ്മൾ വീണ്ടും വീണ്ടും അതിനെ വളർത്തുകയാണ് കേരളം ചെയ്തത്. മനുഷ്യത്വത്തെ ഇത്രമാത്രം അംഗീകരിക്കുന്ന, മനുഷ്യത്വത്തെ ഇത്രമാത്രം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം പക്ഷേ നമ്മുടെ കേരളം മാത്രമായിരിക്കും. ഇന്നും നമ്മൾ അഭിമാനിക്കുന്നു. 4 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു വിശിഷ്ട അതിഥി കേരളം സന്ദർശിക്കുകയുണ്ടായി. എറിക് അറ്റ്കിൻസ് എന്ന US കോൺസുലേറ്റിലെ ഇന്ത്യയിലെ അമേരിക്കൻ കോൺസുലേറ്റ്, അവിടുത്തെ എറിക് അറ്റ്കിൻസ് എന്ന ഡിപ്ലോമസി ഓഫീസർ അദ്ദേഹം കേരളം സന്ദർശിച്ചു. വിവിധ ആളുകളുമായിട്ടൊക്കെ അദ്ദേഹം നമ്മളോടൊക്കെ കണ്ടിരുന്നു. വിവിധ സ്ഥാപനങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. അദ്ദേഹം അപ്പോൾ മനസ്സിലാക്കി, അദ്ദേഹം സംസാരിക്കുന്നതിന് ഉൾക്കൊള്ളുവാൻ കഴിയാതെ കേരളത്തിൻ്റെ ഈ സൗഹൃദത്തെ അദ്ദേഹം വളരെയേറെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ കാണുന്ന ഈ വൈവിധ്യം, സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന ഈ വൈവിധ്യം, ഇത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണാൻ കഴിയും. അദ്ദേഹം ചെന്നൈയിലാണ്, അദ്ദേഹത്തിൻ്റെ കോൺസുലേറ്റ് ചെന്നൈയിലാണ്. അദ്ദേഹം ചെന്നൈയിൽ തമിഴ്നാട്ടിലെ കുറച്ച് സൗഹൃദം കാണാൻ കഴിയുന്നു, പക്ഷേ അത് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കേരളീയർ ഈ സൗഹാർദ്ദത്തെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വളർത്തണം എന്നാണ് അമേരിക്കക്കാരനായ എറിക് അറ്റ്കിൻസ് എന്ന ഡിപ്ലോമസി ഓഫീസർ നമ്മളോട് അഭിപ്രായപ്പെട്ടു. യൂണിവേഴ്സിറ്റി സ്ഥാപനത്തിൽ കണ്ടിട്ടുണ്ട്, പല സ്ഥാപനങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരുപാട് എന്നെ ഉത്തരവാദിക്കുന്നത് മാനവ സൗഹൃദ സംഘടന ദേശീയതല യാദൃശ്ചികമായിട്ടായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അറ്റ്കിൻസ് പറഞ്ഞതുപോലെ ഇത് നമ്മൾ ദേശീയ തലത്തിലേക്ക് പ്രചരിപ്പിക്കേണ്ട ഏറ്റവും വലിയ സന്ദർഭമാണ്. ഒരുപക്ഷെ അതിന് സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര വേഗത്തിൽ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമോ, അതാണ് ഇന്ന് ഇന്ത്യ കാണുന്ന, ഇന്ത്യ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ രാജ്യസ്നേഹം എന്നുള്ളത്. വിദ്വേഷത്തിൻ്റെയും അകൽച്ചയുടെയും വെറുപ്പിൻ്റെയും പ്രത്യയശാസ്ത്രത്തെയാണ് ഇന്ന് പലരും പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ആ പ്രത്യയശാസ്ത്രം പലപ്പോഴും പലയിടത്തും വിജയിക്കുന്നുണ്ട്. വെറുപ്പിൻ്റെ മാർഗങ്ങളിലൂടെ, വെറുപ്പിൻ്റെ പ്രചാരണത്തിലൂടെ ഉണ്ടാകുന്ന സാമൂഹികമായിട്ടുള്ള വിടവുകൾ, ആ വിടവുകളിലൂടെ അധികാരത്തിലേക്ക് വരുവാൻ കഴിയുന്ന ആളുകൾ സ്ഥാനങ്ങളിൽ രാജ്യത്തുണ്ട്. എന്നാൽ കേരളം വിടകൊടുത്തിട്ടില്ല. ഇവിടെ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നുണ്ടാവും, രാഷ്ട്രീയമായിട്ടാണ് മുന്നോട്ട് ബാധിക്കുന്നതൊക്കെ ഉണ്ടാവും. അത് വേണം, അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണം. അഭിപ്രായങ്ങളുടെ സംഘടന എന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ടാകും. കേരളത്തിലെ ഒരു കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടായിട്ടുണ്ടാകാറുണ്ട്, വർഗീയത ഉണ്ടാകില്ലേ എന്നുള്ള കാര്യത്തിൽ. കേരളത്തിലെ സാമൂഹിക മനഃശാസ്ത്രമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡാണ്, സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബിലാണ് ട്രെൻഡ് എന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ അതിനെ അറിയാതെ അത് സൂക്ഷിക്കുന്നുണ്ട് മാനവ സൗഹൃദത്തിൻ്റെ നല്ല ചിന്ത. എത്ര വ്യത്യാസമുണ്ടായി, അത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഓരോ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്, നിറഞ്ഞു നിൽക്കുന്ന ഒരു നന്മയാണത് മാനവ സൗഹൃദം എന്നത്. അത്
കേരളത്തിൻ്റെ പ്രത്യേകത, ഗോഡ്സ് ഓൺ കൺട്രിയുടെ പ്രത്യേകതയാണ്. ദൈവം എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ നമുക്ക് അഭിമാനത്തോടെ നമ്മളോട് തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്നതാണ്. ദൈവം പറയുന്നതാണ്, ഞാൻ മനുഷ്യരെ, ദൈവം ഒരുപാട് ദൈവത്തിൻ്റെ സൃഷ്ടികൾ ഒരുപാട് സൃഷ്ടികളുണ്ട്. മനുഷ്യരുണ്ട്, മനുഷ്യരല്ല, ജീവജാലങ്ങളുണ്ട്, സസ്യജാലങ്ങളുണ്ട്, പ്രകൃതിയിലെ ചരാചരം സൃഷ്ടിയാണ്. പക്ഷേ ദൈവം പറഞ്ഞില്ല, കാരണം ഞാൻ പറയുന്നു, അതായത് ഞാൻ മനുഷ്യ സമൂഹത്തിൽ ആദമ സന്തതികളെ ഞാൻ ബഹുമാനിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. ബാക്കി ഒരുപാട് വിചാരങ്ങളുണ്ട്, അവരെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. ആദമ സന്തതികൾ മനുഷ്യർക്ക് വേണ്ടിയാണ് സർവ്വവും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ദൈവം പറയില്ല. മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടി, അവന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി, അവന്റെ ജീവിത ആയോധനത്തിന് വേണ്ടി, അതിനാണ് പ്രകൃതിയെ തന്നെ അല്ലാതെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പ്രകൃതിയെ മനുഷ്യനെ അവൻ ഒരുക്കി തന്നിരിക്കുന്നു. പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മറ്റ് ചിന്തകളും ഇതിലൂടെയൊക്കെ തന്നെ പ്രകൃതിയെ മനുഷ്യരെയും ജീവജാലങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. അപ്പൊ ആ കഴിവ് നൽകിയിട്ടുള്ള മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവം അംഗീകരിക്കുന്നുണ്ട്, ആ മനുഷ്യനെ ദൈവം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആ പരസ്പരമുള്ള ഇഷ്ടം അതിനെ ആശംസിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് ദൈവവിശ്വാസികളാണ്. ആ ദൈവത്തിലുള്ള വിശ്വാസത്തെ നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടത് പരസ്പരമുള്ള നമ്മുടെ സൗഹൃദത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ്. അതല്ലാതെ നമുക്ക് എതിർപ്പുള്ള നമുക്ക് വിഭാഗീയതയെ വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പ്രചരിപ്പിക്കുന്നു. ഇപ്പോഴും സൗഹൃദം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മുൻപ് പ്രശ്നം കേരളത്തിലെ ഉറ്റുനോക്കുന്ന പ്രശ്നമാണ്, വൈകാരികതയുടെ പ്രശ്നമാണ്. പക്ഷെ അവിടെ ചെയ്യാറുള്ള അവിടുത്തെ ജനങ്ങളോട് അവിടുത്തെ വിഷമം അനുഭവിക്കുന്നത് അവിടുത്തെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ അവരുടെ അറിയപ്പെടണം എന്നൊരു സ്ഥിതി നിയമപരമായിട്ടായാലോ വളരെ രീതിയിലോ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും അവിടെ ഉണ്ടായിക്കൂടാ. മുൻപ് പ്രശ്നത്തെയോ രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് വേണ്ടി ആരെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ദുരുപയോഗം ചെയ്യരുതെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ മുസ്ലിം സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തു. ഒരിക്കലും തന്നെ അവിടെ താമസിക്കുന്ന അവരൊരിക്കലും കുടിയിറക്കപ്പെട്ടുകൂടാ. മുൻപത്തെ പ്രശ്നത്തെ സർക്കാർ നിയമപരമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടുത്തെ വിവിധ വിഷയങ്ങളിൽ വസ്തുതാപരമായിട്ടുള്ള നിലപാടുകൾ എന്താണ് ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് സർക്കാരാണ് സമാധാനം ഉണ്ടാക്കേണ്ടത്, അവിടുത്തെ ആളുകളെ സംരക്ഷിക്കുക. അതല്ലാതെ മറ്റൊരു തരത്തിലേക്ക് തന്നെ വളരുവാൻ അനുവദിച്ചു. ഞാനെൻ്റെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ ഞങ്ങൾക്ക് കൂടിക്കാണുവാൻ അവസരം ലഭിക്കുകയില്ല. 14 വർഷവുമായാണ് അന്ന് എറണാകുളത്ത് ഞങ്ങളോടൊപ്പം ചേർന്നിരുന്നത്. പല സൗഹൃദത്തോടെ ഈ സ്നേഹാന്തരീക്ഷം അതിനൊരിക്കലും കോട്ടത്തട്ടി കൂടെ അനുഭവം തന്നെയാണ് അവർ പറഞ്ഞത്. കൂടിയാലോചനയിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും. അതല്ലാതെ പരസ്പരം വൈകാരിക വിലപ്പെടുത്തിയോ അതിൻ്റെ ഗണങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടതില്ല. അവരും പറയുകയില്ല. ഒന്നാൻ പറയുന്നുണ്ട്, ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം അവരുടെ അക്രമം പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് സംഭവവികാസങ്ങളുണ്ടാവും, സാമൂഹികത്തിലൊക്കെ ഉണ്ടാവും. പരസ്പരം അതിനുള്ള ശത്രുതയെ ഉടലെടുത്തില്ല. പക്ഷെ അങ്ങനെയുള്ള ആ ശത്രുത അനുഭവം ഉണ്ടാകുമ്പോൾ അവരുടെ അക്രമം പ്രവർത്തിക്കരുത്. വിദ്വേഷം ഉണ്ടാകുമ്പോൾ അക്രമം പ്രവർത്തിച്ചപ്പോൾ മറ്റാൾ പ്രതികരിക്കേണ്ടതില്ല. മറിച്ച് കൂടിയാലോചനകളിലൂടെ പരസ്പര ചർച്ചകളിലൂടെ ഡയലോഗിലൂടെയാണ് നമുക്ക് സൊല്യൂഷൻ കാണേണ്ടതായിട്ട്. ഡയലോഗ് ചെയ്യാൻ കഴിയുന്നതാണ് മനുഷ്യരുടെ കഴിവ്. മൃഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഡയലോഗ് ചെയ്യാൻ കാത്തിരിക്കുകയില്ല. അവരുടെ പ്രശ്നം കടിച്ചിരുന്ന കാഴ്ച നമുക്ക് കാണാം. എന്നാൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവനെന്നെ ചെയ്യേണ്ടത് കൂടിയാലോചിക്കണം, ചർച്ച ചെയ്യണം, ഡയലോഗ് ഉണ്ടാക്കണം.
അതാണ് സോഷ്യോളജി എന്നോട് പറയും. പരസ്പരമുള്ള സംവാദങ്ങളിലൂടെ പരസ്പരമുള്ള സംഭാഷണങ്ങളിലൂടെ ഏത് കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കുക. വരുമ്പോൾ വിഷയത്തിനും അത് തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ഏത് സങ്കീർണമായ വിഷയങ്ങൾ വരുമ്പോൾ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രഭാവിച്ച കോടതിയാണ്. ആ കോടതി തീരുമാനം അംഗീകരിച്ചു. അതൊരു സൗകര്യപരമായിട്ടുള്ള കൂടിയാലോചനയാണ്. അതിന് ഫലമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. കൂടിയാലോചനകളിലൂടെ പരസ്പര വിശകലനങ്ങളിലൂടെ ഒക്കെ നമുക്ക് സമാധാനപ്പെടുന്നത്. ആ ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അപ്രസവബോധത്തോടെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥികളിലൂടെയോ ഒക്കെ നമുക്ക് പോകും. നമ്മുടെ കമ്മ്യൂണിറ്റി ഫോർ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ ഇതും ആ ഒരു ഇഷ്ടത്തോടെ അതിനെ ഞങ്ങൾക്ക് സാധിക്കുന്ന അത്യന്തം ബഹുമാനിയുടെ വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരുപാട് തിരക്കുകളുള്ള ഒരു വ്യക്തിയാണ്. ലോകത്തിൻ്റെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ശ്രദ്ധയെടുത്താറ്. അദ്ദേഹം നല്ലൊരു എഞ്ചിനീയറാണ്, ആർക്കിടെക്ചറാണ്. ആ മേഖലയിലൊക്കെ രാജ്യത്ത് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന നല്ല വ്യക്തിത്വം. പല രാജ്യങ്ങളിൽ വിട്ടുകൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ കമ്പനിയൊക്കെ കൺസ്ട്രക്റ്റീവായി ചിന്തിക്കുന്ന അദ്ദേഹം കേരളത്തിൻ്റെ കമ്മ്യൂണിറ്റി മേഖലയിൽ കേരളത്തിൻ്റെ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ അത് ഉറപ്പുവരുത്തുന്നതിലും വളരെ കൺസ്ട്രക്റ്റീവായി അദ്ദേഹം ചിന്തിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ CCC നിലവിൽ വന്നിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിൽ അത് സ്ഥാപിക്കുവാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതിനെ ആത്മമായി അഭിനന്ദിക്കുക. തലസ്ഥാനത്ത് തന്നെയാണ് നമ്മൾ ഇതുപോലെ തന്നെ ഏറ്റവും ഏറെ പ്രചരിപ്പിക്കപ്പെടുന്നത്. ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു മേഖലയാണല്ലോ തലസ്ഥാനം. ഇവിടെ തന്നെ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ ഈ നല്ല സംവിധാനത്തിൽ ഇന്ന് മുതൽ അതിന് തുടർന്ന് ഒരുക്കപ്പെടുകയാണ്. സർവേശ്വരത്തെ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. എല്ലാവരും ആശംസകൾ വിജയങ്ങൾ നൽകുമ്പോൾ ഞാൻ വളരെ ജയ്. ആദരണീയനായ ശ്രീ പാണക്കാട്